ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിലെ ഈ സമ്പുഷ്ട യുറേനിയം പ്ലാന്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഇറാനിലെ ഏറ്റവും വലിയ ഈ ന്യൂക്ലിയർ പ്ലാന്റിന് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഈ വെടിനിർത്തൽ നിർബന്ധം ആക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഇറാൻ നേരിട്ട് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിൽ സ്വാധീനം ചെലുത്തുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുവാൻ ഇറാൻ, ടെഹ്റാൻ, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ G7 ഉച്ചകോടി നടക്കുകയാണ് ആൽബർട്ടയിൽ. അപ്പോൾ ഇറാൻ ജനതയ്ക്ക് അവിടെ നിന്ന് മുന്നറിയിപ്പുമായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുകയാണ്. ഈ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായിട്ട് ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ വളരെ നേരത്തെ തന്നെ ഈ കരാറിൽ ഒപ്പിടേണ്ടതായിരുന്നു. അതിനുവേണ്ടി 60 ദിവസം കൊടുത്തിരുന്നു. 61ാമത്തെ ദിവസമാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന് ട്രംപ് പറയുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല. അത് ട്രംപിന്റെ പോളിസിയാ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇറാന്റെ ഇതിൽ ഒരു ആണവ ബോംബ് ഉണ്ടാകാൻ പാടില്ലെന്ന് ട്രംപ് പറയുന്നത്. പക്ഷേ കൃഷ്ണ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നാടകീയമായ ഈ പോസ്റ്റിന് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് ഈ 2ാമത്തെ ദിവസം ഈ പങ്കെടുക്കാതെ അത്താഴ വിരുന്നിന് ശേഷം ഇന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഈ രാത്രി മുതൽ ഇസ്രയേലിൽ ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പം ഈ അമേരിക്ക ഇതുവരെയും ഈ ഒരു യുദ്ധത്തിൽ ചേരാൻ വിസമ്മതിച്ചെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഈ യുദ്ധം മൂർച്ഛിക്കുന്നത് ട്രംപിന്റെ പോസ്റ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. എന്നാൽ വൈറ്റ് ഹൗസ് ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. അമേരിക്ക കക്ഷി ചേരത്തില്ലെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. ഈ ട്രംപിന്റെ പോസ്റ്റിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ മാധ്യമങ്ങൾ ടെഹ്റാനിൽ സ്ഫോടനങ്ങളും അതുപോലെ ഈ വ്യോമ പ്രതിരോധ വെടിവെപ്പും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല ട്രംപിന്റെ നാളത്തെ സ്കെഡ്യൂൾ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. മെക്സിക്കൻ പ്രസിഡന്റും അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടൊക്കെ ഉള്ള കൂടിക്കാഴ്ച ഉണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ നേരിട്ട് ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു വലിയ സംശയമുണ്ട്. തെക്കൻ ചൈനയിൽ നിന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒരെണ്ണം ആയ നിമിറ്റ്സ് വിയറ്റ്നാമിലേക്ക് പോകേണ്ടതായിരുന്നു. പെട്ടെന്ന് അതിന്റെ യാത്രാഗതി മാറ്റി പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 60 പോർ വിമാനങ്ങൾ പറന്നുയരാൻ കഴിയുന്ന കപ്പലാണിത്. അതുമാത്രമല്ല പശ്ചിമേഷ്യയിൽ അമേരിക്ക പൊടുന്നനെ വ്യോമശക്തി വിപുലമാക്കുകയാണ്. എയർ റീഫ്യൂലിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്കൻ എയർഫോഴ്സ് അടിയന്തരമായിട്ട് തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ്.